പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലെ സാക്ഷ്യത്തിനായി എൻ്റെയും എൻ്റെ കുടുംബത്തിന് നിയോഗങ്ങൾ നടത്തി തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകം ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് അശ്വിൻ ബെനി. ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ടെക്സാസിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബെന്നി ദേവസി. മക്കൾ ബാൽവിൻ ബെനി, ബെനഡിക്ട് ബെനി. കൃപാസനത്തിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം 2024 ഫെബ്രുവരി മാസമാണ് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തത്. യൂട്യൂബ് വഴിയാണ് ഞങ്ങൾ പ്രത്യേകിച്ച് ഡെയിലി ബ്രെഡിനെ കുറിച്ച് കാണുകയും അച്ഛൻ്റെ പ്രത്യേക പ്രാർത്ഥനകളും ഇതെല്ലാം യൂട്യൂബ് വീഡിയോസ് വഴിയാണ് ഞങ്ങൾ കാണുകയുണ്ടായത്. അതുപോലെ തന്നെ ഞങ്ങൾ കൃപാസന പ്രാർത്ഥനകളും അതുപോലെ തന്നെ പേപ്പറുകളും ഞങ്ങൾ ബഹ്റിനിലായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾക്ക് അത് ലഭിക്കുകയും അത് കൂടുതൽ അച്ഛൻ്റെ പ്രാർത്ഥനകളും സുവിശേഷങ്ങളും അതുപോലെ ചൊവ്വാഴ്ച ധ്യാനങ്ങളും എല്ലാം ഞങ്ങൾക്ക് കാണാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകം ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ളത്. 2024 ഫെബ്രുവരി മാസം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. പ്രത്യേക നിയോഗം എന്ന് പറയുന്നത് അമേരിക്കയിൽ പോവുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾക്ക് ഈശോയുടെയും മാതാവിൻ്റെയും പ്രത്യേക അനുഗ്രഹപ്രകാരം ഞങ്ങൾക്ക് 4 പേർക്കും ഗ്രീൻ കാർഡോടുകൂടി അമേരിക്കയിൽ എത്തിച്ചേരുവാനും കഴിഞ്ഞ വർഷം മെയ് 5-ാം തീയതി ഞങ്ങൾക്ക് അമേരിക്കയിൽ എത്തിച്ചേരുവാനും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രത്യേക നിയോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ 2 പേരുടെയും പ്രൊഫഷൻ അനുസരിച്ച് ജോലി ലഭിക്കുക എന്നാണ്. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ പ്രൊഫഷൻ ഒരു ടീച്ചിങ് പ്രൊഫഷനാണ്. അമേരിക്ക എന്നൊരു കൺട്രിയിൽ ഒരു ടീച്ചറായിട്ട് ജോലി ലഭിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഓരോ സ്റ്റേറ്റിലും അതിൻ്റേതായിട്ടുള്ള ടീച്ചിങ് ലൈസൻസ് വേണം. പ്രത്യേകിച്ച് ടെക്സാസ് ലൈസൻസ് വേണം. അതായത് വിത്തിൻ 1 മന്ത്, അതായത് ഇറ്റ്സ് നോട്ട് മൈ മെറിറ്റ്, ഇറ്റ്സ് എ ഗോഡ് ഗ്രേസ്. എനിക്ക് ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി എനിക്ക് ടെക്സാസിലെ ടീച്ചർ ലൈസൻസ് 1 മന്തോടുകൂടി ലഭിക്കുകയും ലൈസൻസ് ഇല്ലാണ്ട് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുമില്ലായിരുന്നു. അപ്പോൾ 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ടെക്സാസ് ലൈസൻസ് ലഭിച്ച് എനിക്ക് അപ്ലൈ ചെയ്യുകയും എനിക്ക് അവിടെ ഒരു ഇർവിങ് ISD, അതായത് ഗവൺമെൻറ്റിൻ്റെ സ്കൂൾ തന്നെയാണത്, ഇർവിങ് ISDയിൽ ഒരു ടീച്ചറായിട്ട് ജോലി ലഭിക്കുകയും ഉണ്ടായി. അതുപോലെ തന്നെ എൻ്റെ ഫ്ലാറ്റ് പണിയാൻ വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു. പലതരം തടസ്സങ്ങളും, അതായത് കൺസ്ട്രക്ഷൻ്റെ ഇതായാലും സ്ഥലത്തിൻ്റെ ഇതിലായാലും പല രീതിയിലും വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെയധികം പ്രത്യേകിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയായിരുന്നു. ഈവൻ ലോക്കറ്റായാലും മാതാവിൻ്റെ ഉപ്പായാലും എല്ലാ പ്രത്യേക പ്രാർത്ഥനയിലും എല്ലായിടത്തും ഞങ്ങൾ പോകുന്ന സ്ഥലത്തെല്ലാം ഞങ്ങളത് ഉപയോഗിച്ചിരുന്നു. ഈവൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായിരുന്നാലും ഫ്ലാറ്റിൻ്റെ പണിയുടെ സമയത്തായാലും എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ നേർച്ച വസ്തുക്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയിലും അത് ഞങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. വിത്തിൻ 1 ഇയറിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ പണി കഴിയുകയും അത് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയും ചെയ്തു. അത് പ്രത്യേകിച്ച് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന് ചെയ്ത ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മൈക്ക് കൊടുക്കാം. എൻ്റെ പേര് ബെന്നി ദേവസി. എനിക്ക് കിട്ടിയ പ്രത്യേക നിയോഗം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായ ഒരു വലിയൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി പ്രകാരം അതിലൊരു നിയോഗം ഞാൻ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. ബോയിങ് എന്നുള്ള ഒരു കമ്പനി, അതായത് ബോയിങ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് ജോലി കിട്ടണമെന്നുള്ളൊരു നിയോഗമായിരുന്നു അത്. ആ കമ്പനിയിൽ നമ്മുടെ ഒരു അംബിഷനായിരുന്നു അത്. അതുപ്രകാരം അന്ന് ഞാൻ ബോയിങ്ങിലേക്കുള്ള പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി, ഉടമ്പടി എടുക്കുകയുണ്ടായി. ഞങ്ങൾക്ക് സ്റ്റേറ്റ്സിൽ ചെന്നിട്ട് വേറൊരു കമ്പനിയിലാണ് ആദ്യം ജോലി കിട്ടിയത്. പക്ഷേ ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് നമ്മളത് അറിയുന്നില്ലായിരുന്നു. അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് മാറി ബോയിങ് കമ്പനിയിൽ മാത്രം സ്പെസിഫൈ ചെയ്ത് അപ്ലൈ ചെയ്യും. അവിടേക്ക് മാതാവിൻ്റെ പ്രത്യേക സഹായത്താലും നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാലും നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് 1 മാസത്തിനുള്ളിൽ തന്നെ ഈ കഴിഞ്ഞ മെയ് 1-ാം തീയതി മാതാവിൻ്റെ മാസം ജസ്റ്റ് നമുക്ക് കമ്പനിയിൽ നിന്ന് ഓഫർ വരികയും പിന്നീട് ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റി. ഇൻ്റർവ്യൂവിന് വിളിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നമ്മുടെ വിശ്വാസം ഊർജിതപ്പെടുത്തുന്നതിന് നമുക്ക് കിട്ടിയ ഉപ്പ്, ഇവിടുന്ന് നമ്മൾ കിട്ടിയ ഉപ്പ് അവിടെ ഇൻ്റർവ്യൂ ടൈമിൽ അവിടെ നമ്മൾ വിതറുകയും ആ ബോയിങ് കമ്പനി തന്നെ വിതറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു ഫേം ഡേറ്റ് ഇൻ്റർവ്യൂ 2 റൗണ്ട് ഇൻ്റർവ്യൂ ഫേസ് ഇൻ്റർവ്യൂ ഉണ്ടായി. പിന്നെ 2 റൗണ്ട് മറ്റേ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇതെല്ലാം വളരെ സക്സസ് ആയിട്ട് കഴിയും. ഈ പറയുന്ന 30-ാം തീയതി കഴിഞ്ഞ 30 മെയ്യിൽ അതിൻ്റെ ഒരു ഫേം ഡേറ്റ് തന്ന മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ നമുക്കത് സാധിച്ചു. ഞാൻ ഈ 19-ാം തീയതി അടുത്ത ജൂൺ 19-ാം തീയതി ജോലി തുടങ്ങുകയാണ്.
മാതാവ് വഴി യേശുനാഥൻ തന്ന ഈ വലിയൊരു അനുഗ്രഹം അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഇത് എനിക്കുണ്ടായത്. അതിന് ഒത്തിരി നന്ദി പറയുകയാണ്. പിന്നെ രണ്ടാമത്തായിട്ട് എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് മക്കളുടെ അവിടെ പഠിപ്പ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഒരു സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ അവിടെ എല്ലാം വളരെ കോസ്റ്റ്ലിയാണ്. മക്കളുടെ പഠിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ ആ ഉടമ്പടിയിൽ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് രണ്ടുപേർക്കും സ്കോളർഷിപ്പോട് കൂടി തന്നെ ഇതുവരെ ഒരു 5 പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ കണ്ട് സ്കോളർഷിപ്പോട് കൂടി തന്നെ അവർക്ക് രണ്ടുപേർക്കും പഠിക്കാൻ ഉള്ള എല്ലാ സഹായവും നമുക്ക് കിട്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിട്ട്. എൻ്റെ മൂത്ത മകൻ ബെനഡിക്റ്റ്, പുള്ളി ഇപ്പോൾ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. പുള്ളിക്ക് ഉള്ള സ്കോളർഷിപ്പ് ഫുള്ള് 1 ഇയർ കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ മകൻ്റെ വേറെ സാമ്പത്തിക ബാധ്യതയില്ലാതെ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം, നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഗ്രഹത്താൽ നമുക്കത് നേടിത്തന്നതിന് മാതാവിനും യേശുവിനും ഒത്തിരി നന്ദി. പിന്നെ നമ്മളുടെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ മുടങ്ങാതെ എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. നമ്മളുടെ കഴിവിനടുത്ത് പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള പൈസ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് മുടങ്ങാതെ ബൈബിൾ വായന ഒരു ശീലമാക്കി ഈ വരുന്ന ഒരു 2 മാസമായിട്ട് നമ്മളതൊരു ശീലമാക്കിയിട്ടുണ്ട്. എന്ത് തന്നെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരു അരമണിക്കൂർ മാക്സിമം ബൈബിൾ വായിച്ച് വിശ്വാസത്തിൽ കൂടുതൽ വളരാനുള്ള ഒരു അനുഗ്രഹം ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനയോട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയായിട്ടും നമുക്കത് മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന ഞങ്ങളെല്ലാവരും മുടങ്ങാതെ എത്തിക്കുക. എത്ര വൈകിയായാലും കുടുംബ പ്രാർത്ഥന ഒരു രീതിയിലും ഞങ്ങൾ 4 പേരായാലും മുടക്കില്ല. അത് നമ്മുടെ വലിയൊരു വിശ്വാസ ജീവിതത്തെ ഊർജിതപ്പെടുത്തുന്ന ഒരു മാർഗ്ഗമാണ്. അച്ഛൻ്റെ ഡെയിലിയുള്ള പ്രാർത്ഥന, ഡെയിലി ബ്രെഡ്, അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിലുള്ള ഉടമ്പടി ധ്യാനം, ഇതെല്ലാം മുടങ്ങാതെ ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ഊർജിതപ്പെട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം വീണ്ടും യാചിച്ചുകൊണ്ട് നിർത്തുന്നു. എനിക്ക് പത്രം ഇവിടുന്ന് കിട്ടിയ പത്രങ്ങളെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ സപ്ലൈ ചെയ്തായിരുന്നു. അത് നേരെ കണ്ട് ആളുകൾക്കെല്ലാം കൊടുക്കുമായിരുന്നു. കുറേ ഞങ്ങൾ ബഹ്റൈനിൽ കൊടുത്തു. ബഹ്റൈനിലായിരുന്നു ഞാൻ ഇതിനു മുമ്പ്. അവിടെ നിന്നാണ് സ്റ്റേറ്റ്സിലോട്ട് പോകുന്നത്. ഇനി ഞങ്ങൾ ഓൺലൈൻ വഴി പത്രം ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ളവരെയും കൂടി ഇതിനകത്ത് കൂടുതൽ മാതാവിനെയും യേശുവിനെയും പറ്റി അറിയാത്തവർക്ക് നമ്മൾ സാക്ഷികളാവാൻ ശ്രമിക്കും. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനമാണ്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അത് നല്ലൊരു കമ്പനിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ജോലി കിട്ടണമെങ്കിൽ അത് ഒട്ടും എളുപ്പമല്ല. അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പലപ്പോഴും പറയും, നമുക്ക് അസാധ്യമായ കാര്യങ്ങളാണ് നാം ഉടമ്പടിയിൽ വെക്കേണ്ടതെന്ന്. അങ്ങനെയാണ് ബെന്നി ദേവസ്യ എന്ന സഹോദരൻ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചത് ഒരു നല്ല കമ്പനിയിൽ ജോലി കിട്ടണമെന്നാണ്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഒരു പ്രത്യേക രീതിയിലാണ് പ്രാർത്ഥിച്ചത്. അതായത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീർക്കണമേ എന്നാണ്. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ തന്നെ USA ഒരു നല്ലൊരു കമ്പനിയിൽ ലോജിസ്റ്റിക് സ്പെഷ്യലിസ്റ്റായിട്ട് മന്ത് ഓഫ് മെയിൽ, അതായത് മാതാവിൻ്റെ മാസം തന്നെയാണ് ഒരു നല്ല ജോലി നൽകി ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. പിന്നെ മക്കളുടെ കാര്യം, സ്കോളർഷിപ്പും, അതും സാമ്പത്തിക കടബാധ്യതയോ സാമ്പത്തിക ബാധ്യതയോ ഒന്നുമില്ലാതെ തന്നെ എല്ലാ രീതിയിലും ആ ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. വിശ്വാസം മാത്രമല്ല, ഉടമ്പടിയിൽ നമുക്ക് വേണ്ടത് വിശ്വസ്തതയാണ്. ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ നയിക്കുവാൻ ബെന്നി പറഞ്ഞതുപോലെ മുടങ്ങാതെ ബൈബിൾ വായന ഒരു ശീലമാക്കി ഉടമ്പടി എടുത്തതിൽ പിന്നെ
നമ്മൾ ബൈബിൾ വായിക്കുമായിരുന്നു, പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിൽ പിന്നെ ഉടമ്പടി ജീവിതം നയിക്കുന്നതിലൂടെ ഒരു വലിയ ഒരു ആത്മീയതയിലേക്ക്, ആത്മീയ ജീവിതത്തിലേക്കാണ് നാം ചുവടുവെക്കുന്നത്. അങ്ങനെ ആത്മീയതയിൽ കുടുംബം മുഴുവനും ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിന്ന് ഒരു നല്ല ഭക്തിയുള്ള, ദൈവഭക്തിയുള്ള ഒരു കുടുംബമായിട്ട് മുന്നോട്ട് നയിക്കുവാനാണ് സാധിക്കുന്നത്. സങ്കീർത്തനം 107:7 പറയുന്നത്, വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു എന്നാണ്. ഈ കുടുംബത്തെയും ഉടമ്പടിയിലൂടെ വാസയോഗ്യമായ ഒരു നഗരത്തിലേക്കാണ് ഈശോയും അമ്മയും നമ്മെ കരപിടിച്ച് മുന്നോട്ട് പോയി നയിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും എന്ത് സാഹചര്യമാണെങ്കിലും ഈശോയിലും അമ്മയിലും പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സംശയങ്ങളെ നീക്കി ഉറച്ച വിശ്വാസത്തോടെ വിത്തൗട്ട് എ ഡൗട്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ പ്രാർത്ഥനകളും ജീവിതവും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ബെന്നി ദേവസിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.